നമസ്കാരം. വിമാന എഞ്ചിൻ നിർമ്മാണ രംഗത്തെ പ്രശസ്തമായ ആഗോള കമ്പനികളിലൊന്നായ റോൾസ് റോയ്സ് വമ്പൻ ഓഫറുകളുമായി ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ്. പ്രധാനമായും രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ രംഗത്തിന് മുതൽക്കൂട്ടാവുന്ന കിടിലൻ ഓഫറുകളുമായാണ് കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്കായുള്ള അത്യാധുനിക എഞ്ചിനുകളുടെ വികസനം സംയുക്തമായി നടത്താനുള്ള സന്നദ്ധതയുമായാണ് ഈ കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്നത്. അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്കായുള്ള അത്യാധുനിക എഞ്ചിന്റെ പൂർണ്ണ ഭൗതിക സ്വത്തവകാശം ഇന്ത്യക്ക് കൈമാറുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇത്തരത്തിലുള്ള എഞ്ചിൻ സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യും. സ്വന്തമായി എഞ്ചിൻ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കൃത്യതയും മികവും പകരാൻ ലോകത്തിലെ തന്നെ ആഗോള ഭീമൻ കമ്പനികളിലൊന്നായ റോൾസ് റോയ്സിന്റെ സഹായം വഴിതുറക്കും. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗം തദ്ദേശീയമായി രൂപപ്പെടുത്താനിരിക്കുന്ന അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്ക് കരുത്തു പകരാനാവുന്ന 120 ന്യൂട്ടൺ ശേഷിയുള്ള കോമ്പാക്ട് എഞ്ചിൻ കോർ വികസിപ്പിക്കുന്നതിനായുള്ള പിന്തുണയും സഹകരണവുമാണ് ഇതിലൂടെ ഈ കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റോൾസ് റോയ്സ് കമ്പനി സിഇഒ തുഫാൻ എർജിങ് ബിൽജിങ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കമ്പനിയുടെ പുത്തൻ പ്രഖ്യാപനം. ഇന്ത്യയിൽ റോൾസ് റോയ്സിന്റെ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ പ്രധാന ചുവടുവയ്പ് എന്ന നിലയിലാണ് കമ്പനി രാജ്യത്തിനായി പ്രത്യേക പ്രഖ്യാപനം നടത്തിയത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇതുവരെയും റോൾസ് റോയ്സിന്റെ പ്രഖ്യാപനം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച യാതൊരുവിധ ഔദ്യോഗിക പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. നിലവിൽ രാജ്യത്തിന്റെ അടുത്ത തലമുറ യുദ്ധവിമാന വികസനത്തിനായി ഫ്രാൻസിന്റെ സഫ്രാൻ കമ്പനി ഇന്ത്യയുമായി ഉടൻ തന്നെ ധാരണയിലെത്തിയേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഫ്രാൻസുമായുള്ള സഹകരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ സഫ്രാൻ കമ്പനിക്കാകും ഇന്ത്യ മുൻതൂക്കം നൽകുക എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്. സംയുക്തമായി വികസിപ്പിക്കുന്ന എഞ്ചിന്റെ പൂർണ്ണ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഭൗതിക സ്വത്തവകാശവും സഫ്രാനും ഇന്ത്യക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ യുഎസിന്റെ ജനറൽ ഇലക്ട്രിക്, ജപ്പാന്റെ IHI എന്നീ കമ്പനികളും രാജ്യം പദ്ധതിയിട്ടിരിക്കുന്ന അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്കായുള്ള എഞ്ചിൻ നിർമ്മാണത്തിൽ പങ്കാളികളാകാൻ മുന്നോട്ട് വരുന്നുണ്ട്. നിലവിൽ റോൾസ് റോയ്സ് പ്രഖ്യാപിച്ചിരിക്കുന്ന എഞ്ചിൻ നിർമ്മാണ സാങ്കേതിക കൈമാറ്റം ഇന്ത്യ സ്വീകരിച്ചാൽ അത് രാജ്യത്തിന്റെ ഭാവി യുദ്ധവിമാന വികസനത്തിന് വളരെ പ്രയോജനപ്രദമായി തീരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ സ്വന്തമായൊരു ഏവിയേഷൻ എക്കോസിസ്റ്റം വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന് കൂടുതൽ വേഗത പകരാൻ റോൾസ് റോയ്സിന്റെ പിന്തുണ സഹായകമായി തീരും. ആത്മനിർഭർ ഭാരത് ദർശനത്തിലൂന്നി രാജ്യത്തിന്റെ പ്രതിരോധ രംഗം ലക്ഷ്യമിടുന്ന വലിയ സ്വപ്ന സാക്ഷാത്കാരങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ് തദ്ദേശീയ യുദ്ധവിമാന എഞ്ചിൻ നിർമ്മാണം. എഞ്ചിൻ വികസനത്തിനായുള്ള പിന്തുണയും സാങ്കേതിക വിദ്യ കൈമാറ്റവും റോൾസ് റോയ്സിനെ പോലുള്ളൊരു കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന്റെ കുതിപ്പ് കൂടിയാണ് പ്രകടമാകുന്നത്. റോൾസ് റോയ്സിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ പ്രാദേശിക സപ്ലൈ ചെയിൻ സോഴ്സിംഗ് 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയെ റോൾസ് റോയ്സിന്റെ ഹൈടെക് നിർമ്മാണ മേഖലയുടെ ആഗോള ഹബ്ബാക്കി മാറ്റാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കമ്പനി വിവിധ കാര്യങ്ങൾ പ്ലാനിട്ടിട്ടുമുണ്ട്. ഇന്ത്യയിൽ പുതിയ ഡിസൈൻ സമുച്ചയങ്ങളും നിർമ്മാണ യൂണിറ്റുകളും ആരംഭിക്കാനും രാജ്യത്ത് കമ്പനിയുടെ ജീവനക്കാരുടെ എണ്ണം നിലവിലുള്ളതിന്റെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിട്ടിരിക്കുകയാണ്. കമ്പനിയുടെ ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരും. അടുത്തിടെ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പുറമെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുമായും കമ്പനി സിഇഒ ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യയുടെ പക്കൽ നിലവിലുള്ള ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ, ഹോക്ക് ട്രെയിനറുകൾ, അർജുൻ ടാങ്കുകൾ എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളിൽ 1400-ലധികം റോൾസ് റോയ്സ് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസിനായി പോലും എഞ്ചിനുകൾ ഇറക്കുമതി ചെയ്തു വരികയാണ്. വരും വർഷങ്ങളിൽ രാജ്യം നിർമ്മിക്കാനിരിക്കുന്ന 500-ലധികം വിമാനങ്ങൾക്കായി എഞ്ചിനുകൾ ലഭ്യമാക്കാൻ റോൾസ് റോയ്സിനെ പോലുള്ള കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ കൈമാറ്റവും ഉടമസ്ഥാവകാശവും ഇന്ത്യക്ക് ഗുണം ചെയ്യും. എഞ്ചിനുകളുടെ ഡിസൈൻ, നിർമ്മാണം, പരീക്ഷണം, സർട്ടിഫിക്കേഷൻ എന്നിവയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നേരിട്ട് പങ്കാളികളാകാൻ സാധിക്കുന്നതോടെ എഞ്ചിൻ നിർമ്മാണ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇടയാവും. വാർത്തയുടെ നിറം തേടി തനിനിറം.